കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പബ്ലിക് സെക്ടർ യൂണിറ്റിലുള്ള ജോബ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. IAS പോലുള്ള ഹായോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ആണ്. ഗേറ്റ് 2025ന്റെ ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഗേറ്റ് എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ച് നിങ്ങൾ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നാൽ ആ ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് അതൊരു ബാലികേറാ മലയായിട്ട് അല്ലെങ്കിൽ അതൊരു ഇമ്പോസിബിൾ ടാസ്ക് ആയിട്ടാണ് പല ഉദ്യോഗാർത്ഥികളും അല്ലെങ്കിൽ പല വിദ്യാർത്ഥികളും കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അതെന്ന് പറയുന്നത്, ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സിന് മാത്രം സാധിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ടോപ്പ് സ്റ്റുഡൻസിന്, ടോപ്പ് അക്കാഡമിക് ബ്രില്യൻ സ്റ്റുഡൻസിന് മാത്രം സാധിക്കുന്ന എന്തോ ഒരു എക്സാം ആണ് ഗേറ്റ് എന്നുള്ള ആ ചിന്താഗതിയാണ് നിങ്ങൾ ആദ്യം മാറ്റേണ്ടത്. ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് ഏതൊരു ഉദ്യോഗാർത്ഥിയെ കൊണ്ടും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയ എക്സാമുകളിൽ ഒന്ന് തന്നെയാണ് ഗേറ്റ് എക്സാം എന്ന് പറയുന്നത്, ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ഞാൻ ഈ ഒരു എക്സാം, അതായത് 2025 നടക്കാൻ പോകുന്ന എക്സാമിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. 2024 നിങ്ങൾക്ക് അറിയാം, ഇനി അതിന് വളരെ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ 2024 വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. എന്നാൽ 2025 പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം നേരത്തെ തുടങ്ങുന്നോ അത്രത്തോളം നിങ്ങളുടെ റിസൾട്ട് ഇംപ്രൂവ് ആവാനുള്ള സാധ്യത, മികച്ച റിസൾട്ടിലേക്ക് എത്താനുള്ള സാധ്യത കൂടുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ, അതായത് ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 2025 ഗേറ്റിലേക്കുള്ള ആ ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ആണ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ചില കാര്യങ്ങൾ, ചില കൺഫ്യൂഷൻസുകൾ. അതായത് ഒന്ന്, എന്തിനാണ് ഞാൻ ഗേറ്റ് എക്സാം എഴുതുന്നത്? ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? വൈ ഐ എം റൈറ്റിംഗ് ഗേറ്റ് എക്സാം എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തത്. ഇനി എവിടെ നമ്മൾ ഈ ഗേറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും? രണ്ടാമത്തത്, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലേ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. മൂന്നാമത്തത്, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം? ഓക്കെ, ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആ ഒരു എക്സാമിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻസ് കുറെയൊക്കെ ക്ലാരിറ്റി വരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ കൺഫ്യൂഷൻ മാറിയിട്ട് നിങ്ങൾ ഈ ഒരു എക്സാമിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ നമുക്ക് നോക്കാം, 1 by 1 ആയിട്ട് നോക്കാം. വൈ? ആ ഒരു ചോദ്യത്തിന് മൾട്ടിപ്പിൾ ആൻസേഴ്സ് ആണ് എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു തരാനുള്ളത്. അതായത് ഗേറ്റിന്റെ ഓപ്പർച്യൂണിറ്റീസ് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ബിടെക് ഗ്രാജുവേറ്റും ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ട എക്സാം ഗേറ്റ് തന്നെയാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ ഈ ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സിന്റെ സിവിൽ സർവീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എഞ്ചിനീയറിംഗ് സർവീസ് പോലെ എക്സാം തന്നെയാണ് ഗേറ്റ് എക്സാമും. അഥവാ എഞ്ചിനീയേഴ്സിന്റെ ഒരു സിവിൽ സർവീസ് ആണ് ഗേറ്റ് എക്സാം. നിങ്ങൾ കണ്ടുവെച്ചോളൂ. സോ അത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി ഒന്നും അല്ല കേട്ടോ. അതായത് ഏറ്റവും ടോപ്പ് റാങ്ക് തന്നെ വന്നാലേ നിങ്ങൾക്ക് ഗേറ്റ് എക്സാം കൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞുതരാം എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത് എന്നുള്ളത്. സോ ആദ്യം ടോപ്പ് റാങ്ക് വന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ബെസ്റ്റ് റാങ്ക് വന്നു, ഒരു ടോപ്പ് 500-നുള്ളിൽ വന്നു എന്ന് വിചാരിക്കാം. സോ ടോപ്പ് 500-ൽ വന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണ്? പബ്ലിക് സെക്ടർ യൂണിറ്റിലുള്ള ജോബ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. IAS പോലുള്ള പ്രീമിയം ആയിട്ടുള്ള സർവീസിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ടോപ്പ് 500-നൊക്കെ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി കഴിഞ്ഞ അവസരങ്ങളൊന്നും. ഒരിക്കലുമില്ല. ഈ ടോപ്പ് റാങ്ക്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് റാങ്ക് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു അണ്ടർ 2000-നുള്ളിലൊക്കെ റാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് MTech ഓർ MS ചെയ്യാം. എവിടെ? IITs-ൽ തന്നെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ നല്ല റാങ്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ടോപ്പ് റാങ്ക് തന്നെ വരണമെന്നില്ല. ടോപ്പ് റാങ്ക് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് IITs-ൽ IITs-ൽ പഠിച്ചാലുള്ള പ്രത്യേകത എന്താണ്? IITs-ൽ ഏറ്റവും ഹയസ്റ്റ് പ്ലേസ്മെന്റ് എവിടെ നടക്കുന്നത്? IITs-ലാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് PSU ജോബ്സ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതിനേക്കാൾ ഒരുപക്ഷെ ആ സാലറി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ IITs-ന്ന് പ്ലേസ്മെന്റ് വഴി വാങ്ങാനും കിട്ടും. സോ അതൊരിക്കലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. സോ അതും ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി അതല്ല, കുറച്ച് റാങ്ക് ഒക്കെ കുറവാണ്, ഒരു 5000-ന് താഴേക്കാണ് റാങ്ക് ഉള്ളതെന്ന് വിചാരിക്കുക. സോ ആ സമയത്ത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി അവസാനിക്കുന്നില്ല. യു വിൽ ഗെറ്റ് അഡ്മിഷൻ ഇൻ MTech, യു വിൽ ഗെറ്റ് MTech അഡ്മിഷൻ ഇൻ NITs, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. സോ ഈ NITs-ൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണ്? NITs-ൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവുക സ്റ്റേറ്റ് ഗവൺമെന്റ് കോളേജുകളിലൊക്കെയാണ് പഠിച്ചതെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ തന്നെ ചേഞ്ച് ആവുകയാണ്. നിങ്ങൾ എങ്ങോട്ട് മാറുകയാണ്? നിങ്ങൾ NITs-ലേക്ക് മാറുകയാണ്. NITs നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ NITs-ൽ MTech ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾ പ്ലേസ്മെന്റ് സാധ്യത ഉയർന്നു തന്നെ നിൽക്കും. ഇനി അത് കഴിഞ്ഞ് റാങ്ക് ഒക്കെ കുറവാന്ന് വിചാരിക്കുക, വളരെ കുറവാന്ന് വിചാരിക്കുക, ഒരു 20,000-നുള്ളിലൊക്കെ റാങ്ക് ഉള്ളൂ എന്ന് വിചാരിക്കുക.
സോ യു വിൽ ഗെറ്റ് M.Tech in സ്റ്റേറ്റ് ഗവൺമെന്റ് കോളേജ്. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് ഇല്ലാന്ന് വിചാരിക്കേണ്ട. ഇവിടൊക്കെ സ്റ്റൈഫൻഡ് കിട്ടും കേട്ടോ. ഇവിടൊക്കെ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടും കേട്ടോ. ഗവൺമെന്റ് കോളേജസിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ സ്റ്റൈഫൻഡ് കിട്ടുന്നുള്ളത് തന്നെയാണ്. ഇനി അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഈ എക്സാമിന് ഡിസ്ക്വാളിഫൈഡ് ആയി പോയി എന്ന് വിചാരിക്കുക. സ്റ്റിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അതിലും, അതായത് നിങ്ങൾ ഈവൻ തോ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണെങ്കിലും നിങ്ങളുടെ കോൺസെപ്റ്റ് ബിൽഡിംഗ് പ്രോസസ് അവിടെ നടന്നിട്ടുണ്ടാവും. ഒരു ഗേറ്റ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. കോർ സബ്ജക്റ്റുകൾ മുഴുവനായിട്ടും കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. സോ അയാൾ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി, അതായത് ബേസ് ഉള്ള ഒരാളായിട്ട് മാറുകയാണ്. അതായത് നമ്മൾ ബിടെക് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരുപക്ഷെ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തതെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അത് മതിയാവില്ല. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് മതിയാവുന്ന തരത്തിലുള്ള നോളജ് നിങ്ങൾ ഗേറ്റ് കോച്ചിങ് സമയത്ത് നിങ്ങൾ അക്വയർ ചെയ്തിട്ടുണ്ടാവും. സോ പിന്നീട് നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന PSC എക്സാമുകളോ SSC എക്സാമുകളോ ഒക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു അപ്പർ എഡ്ജ് അവിടെ കിട്ടും. സോ എങ്ങനെ വന്നാലും നമുക്ക് ബെനിഫിറ്റ് ആണ്. നല്ല റാങ്ക് കിട്ടിയാലും, മീഡിയം റാങ്ക് കിട്ടിയാലും, ടോപ്പ് റാങ്ക് കിട്ടിയാലും, എങ്ങനെ റാങ്ക് വന്നാലും ഡിസ്ക്വാളിഫൈ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. സോ ഈ ഒരു ചോദ്യം ഇനി ഉണ്ടാവില്ലല്ലോ, വൈ എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ട, നിങ്ങൾ ട്രൈ ചെയ്യേണ്ട എക്സാം തന്നെയാണ് ഗേറ്റ് എക്സാംസ്. സോ ആ ഒരു കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ എന്താണ്, PSUs ആണ് കേട്ടോ. അതായത് ഡിഫറെന്റ് PSUs ആണ്. അതായത് ഗേറ്റ് വഴി നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അത്രയും ഓപ്പർച്യൂണിറ്റീസ്, ഞാൻ പേര് പോലും പറയുന്നില്ല, അത്രയും മികച്ച, ഇപ്പൊ IOCL ആണെങ്കിലും, ബെൽ ആണെങ്കിലും, BPCL ആണെങ്കിലും, NHPC ആണെങ്കിലും ഒക്കെ ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനികളാണ് കേട്ടോ. സോ ബിഗർ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഗേറ്റ് വഴി കടന്നു വരുന്നത്. ഇതിന്റെ ഒരു സിലബസ്, എപ്പോഴും ഏതൊരു എക്സാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴും അതിന്റെ സിലബസിനെ കുറിച്ച് എപ്പോഴും നമുക്ക് ധാരണ വേണം. എന്താ ഈ എക്സാമിന്റെ സിലബസിൽ വരുന്നത് നോക്കാം. അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും കേട്ടോ. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് അവിടെ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവുക. അവിടെ നിങ്ങൾക്ക് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ ഉണ്ടാവുക. മാർക്കാണ് കേട്ടോ 15 മാർക്ക്. അതേപോലെ ബാക്കിയുള്ള, അതായത് എഞ്ചിനീയറിംഗ് മാത്സ്, ഇലക്ട്രിക് സർക്യൂട്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ഇലക്ട്രിക്കൽ മെഷീൻ, ഇതൊക്കെ കോർ സബ്ജക്റ്റുകളാണ് അല്ലേ. അതേപോലെ പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെന്റ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ബിടെക്കിന് പഠിച്ച കോർ സബ്ജക്ട് കംപ്ലീറ്റ് ഗേറ്റിൽ വരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കിത് മറ്റ് എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഒരു മികച്ച ഫൗണ്ടേഷൻ ആയിട്ട് മാറും എന്നുള്ളത്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് 85 മാർക്ക് കേട്ടോ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ. 15 മാർക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 85 മാർക്ക് ട്രേഡ് എന്നുമാണ് ഉണ്ടാവുക. എക്സാമിന്റെ ഒരു ടൈം നോക്കുകയാണെങ്കിൽ 3 hours എക്സാം ആയിരിക്കും ഉണ്ടാവുക. ക്വസ്റ്റ്യൻസിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ടോട്ടൽ 65 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടാവുക. ടോട്ടൽ 65 ക്വസ്റ്റ്യൻസുകളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നുണ്ടാവുക. 65 ക്വസ്റ്റ്യന് 100 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകൾ വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ 10 ക്വസ്റ്റ്യൻസ് എത്രയാണ്, 15 മാർക്ക്. ഇവിടെ 50 ക്വസ്റ്റ്യൻസ് എത്ര മാർക്ക് വരുന്നുണ്ട്, 85 മാർക്ക്. അതായത് 2 രീതിയിൽ മാർക്ക് ഉണ്ട് കേട്ടോ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യനും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യന്റെ നമ്പറും മാർക്കും തമ്മിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ, സോ അടുത്തത് എവിടെ നിന്ന് പഠിക്കുന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഗേറ്റ് പഠിച്ചേ മതിയാവുള്ളൂ, ഗേറ്റിന് പോഴേ മതിയാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത ചോദ്യമാണ് വേർ, ഹൗ ടു ചൂസ് എന്നുള്ളത് അല്ലേ. അതായത് നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഒരുപാട് ലേണിംഗ് ആപ്പുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലെ. പല സ്ഥലങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. ഗേറ്റിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഹൈദരാബാദ് അല്ലെ. ഹൈദരാബാദിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അതേപോലെ ഡൽഹിയിൽ കുറെ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളിൽ കുറെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഏത് സ്ഥാപനം തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഇത്രയും പോയിന്റ്സുകൾ ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, നിങ്ങൾ ഏതൊരു സ്ഥാപനം ചൂസ് ചെയ്യുമ്പോഴും ഏതൊരു കോച്ചിങ് ആപ്പ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആയിരിക്കണം. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അല്ലെങ്കിൽ ആപ്പിലെ ഫാക്കൽറ്റീസ് ബെസ്റ്റ് ആയിരിക്കണം. രണ്ടാമത്തത് ക്രെഡിബിലിറ്റിയാണ്. അതായത് ഏതെങ്കിലും ഒരു ആപ്പിൽ നിങ്ങൾ ചാടിക്കറി പോകരുത്. ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കോഴ്സിന് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഗേറ്റ് കോച്ചിങ് എന്നൊക്കെ പറഞ്ഞ പല ആളുകളും പല കോഴ്സുകളും റൺ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊന്നും ഈവൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ റൺ ചെയ്യുന്നുണ്ടാവുക. സോ അതിലൊന്നും പോകാതെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എൻട്രി ആപ്പ് എന്ന് പറയുമ്പോൾ more than 1 crore യൂസേഴ്സ് ഒക്കെ ഉള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് അല്ലേ. അപ്പൊ ആ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഘടകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ അവർ പ്രൊവൈഡ്
പ്രൊവൈഡ് ചെയ്യുന്ന ടെസ്റ്റ് സീരീസ്. അതായത് എത്ര നല്ല വീഡിയോ ക്ലാസ്സസ് ആണെങ്കിലും വീഡിയോ ലെക്ചേഴ്സ് ആണെങ്കിലും ടെസ്റ്റ് സീരീസും കൂടി അടിപൊളിയാകുമ്പോഴേ എന്താവുള്ളൂ ഗേറ്റ് എന്ന് പറയുന്നത് ക്രാക്ക് ചെയ്യാവുന്ന ലെവലിലേക്ക് എത്തുള്ളൂ. പിന്നെ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളത് ആ ഒരു ചോദ്യമാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു വർഷം മാറ്റി വെച്ചുകൊണ്ട് ഫുൾ ടൈം ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് എക്സ്പെൻസ് വളരെ കൂടുതലായിരിക്കും. അതായത് ഏറ്റവും ചുരുങ്ങിയത് കോഴ്സ് ഫീ മാത്രമായിട്ട് തന്നെ ഒരു 1 lakh ഒക്കെ ഫീസ് വരും. പ്ലസ് ഹോസ്റ്റൽ ഫീ മന്ത്ലി ഒരു 10,000 എടുക്കുകയാണെങ്കിൽ അതൊരു 1 lakh വരുന്നുണ്ടാവും. നമ്മളെ ട്രാവലിംഗ് എക്സ്പെൻസ് എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 2 lakhs എങ്കിലും മിനിമം നിങ്ങൾ എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓഫ്ലൈൻ ആയിട്ട് പോവുകയാണെങ്കിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഒരു പക്ഷേ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഇനി അതല്ല ഓൺലൈൻ ആർക്കൊക്കെയാണ് പറ്റുക? ഒന്ന്, നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം, ഫിനാൻഷ്യലി അത്രത്തോളം വയബിൾ അല്ലാത്ത ആളുകൾ. രണ്ടാമതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ജോബിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്കാണ് ഓൺലൈൻ സൂട്ടബിൾ ആകുക. അത്യാവശ്യം ഫിനാൻഷ്യലി സൗണ്ട് നന്നായിട്ടുള്ള ആളുകൾക്ക്, പോകാൻ പറ്റിയ ആളുകൾക്ക് ഓഫ്ലൈനും ചൂസ് ചെയ്യാം. എന്നാൽ എൻ്റെ ഓപ്ഷനിൽ ഓൺലൈൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇത്രയുമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം, ഇത് എൻട്രി ആപ്പിന്റെ ഒരു വീഡിയോ ആണ് അല്ലേ. അപ്പൊ എൻട്രി ആപ്പിന്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ ആയിട്ട് തന്നെയായിരിക്കും നിങ്ങൾ ഇതിനെ കാണുന്നുണ്ടാവുക. ഞാൻ പറയുന്നു, ഈ ഒരു പ്രൊമോഷൻ നിങ്ങൾ അങ്ങനെ തന്നെ കാണേണ്ട കാര്യമില്ല. നിങ്ങൾ എൻട്രി ആപ്പിലുള്ള ഗേറ്റിന്റെ വീഡിയോസുകൾ കണ്ടുവെക്കുക. എന്നിട്ട് ഗേറ്റിന്റെ വീഡിയോസുകൾ ഫാക്കൽറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യുക. ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകൾ, ട്രയൽ ക്ലാസ്സുകൾ നിങ്ങൾ ആവശ്യപ്പെടുക. ട്രയൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അതൊക്കെ കണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞ ഫെസിലിറ്റി ഒക്കെ അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഒരു കാര്യം ഞാൻ കൺഫേം ആയിട്ട് പറഞ്ഞുതരികയാണ്, നിങ്ങൾക്ക് എൻട്രിയിൽ ഗേറ്റ് ക്ലാസ് എടുക്കാൻ പോകുന്ന അധ്യാപകർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഗേറ്റ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഹൈദരാബാദിലൊക്കെ ഉള്ള മികച്ച ഫാക്കൽറ്റീസ് വന്നിട്ടാണ് ഗേറ്റ് ക്ലാസ് റൺ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്കത് ക്ലാസ് കണ്ട് തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ട് മനസ്സിലാക്കിയെടുക്കാം. സോ അത്രയും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു കോഴ്സുമായിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ദെൻ എൻട്രിയുടെ കോഴ്സിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 650 hours ഓഫ് വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഗേറ്റ് കുറച്ച് ഡെപ്തിൽ പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വീഡിയോ കണ്ടന്റ് ഉണ്ട്. സ്റ്റഡി കാർഡ്സ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്. എക്സാംസ് ഇൻ സെയിം ഇന്റർഫേസ് ആസ് ഗേറ്റ് എന്നുള്ളതാണ്. അതായത് ഗേറ്റിന്റെ ഒരു ഇന്റർഫേസ് ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെക്കുക, ടാഗ് ചെയ്ത് വെക്കുക എന്നൊക്കെയുള്ള അതേ ഇന്റർഫേസിലുള്ള എക്സാം ആണ് ഗേറ്റിൽ നിങ്ങൾക്ക് എൻട്രി ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ 10,000+ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ലൈവ് ഇന്ററാക്റ്റീവ് ഗോൾഡ് ബാച്ച് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഗോൾഡ് ബാച്ച് നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ ഇവിടെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മികച്ച ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഓക്കെ, ഇത് എപ്പോ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെ കേട്ടോ. എപ്പോ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ ഡിഫറെന്റ് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുക. ഒരു നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു അക്കാഡമിക് ഇയറിന്റെ എൻഡിൽ നിൽക്കുന്ന സമയത്ത് ആ അക്കാഡമിക് ഇയർ കഴിഞ്ഞ് ആ സെമസ്റ്റർ എൻഡ് ചെയ്ത ഉടനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഒരു ജനുവരി ഫെബ്രുവരിയിലൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക സെമസ്റ്റർ 8 കംപ്ലീറ്റ് ആകുന്നതെന്ന് വിചാരിക്കുക. സോ നിങ്ങൾക്ക് ഒരു മാർച്ചിൽ തന്നെ എന്ത് ചെയ്യാം, അത് സ്റ്റാർട്ട് ചെയ്യാം. മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് ഡിസംബർ ജാനുവരി ആകുന്ന സമയത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എൻറ്റയർ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. പ്ലസ് മോക്ക് എക്സാംസിലേക്ക് ഡിസംബർ ജാനുവരിയിലൊക്കെ മോക്ക് എക്സാംസിലേക്ക് തന്നെ പോകട്ടോ. ഇവിടൊക്കെ നമ്മൾ എന്താണ്, ഇനിയിപ്പോ ഇതിൽ മുന്നേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. സോ ഈ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത് ഞാനൊരു അപ്രോക്സിമേറ്റ് ടൈം ലൈൻ ആണ്. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും മികച്ച കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ലൈൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ നമ്മള് ഡിഫറെന്റ് ടൈമിലുള്ള ഈ ഒരു പ്രിപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ഡേയിൽ നിങ്ങൾ എത്ര സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈം നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം 337 ദിവസം, അതായത് ഏകദേശം ഒരു എന്താ പറയാ ഒരു 12 മന്തിൽ 11 മന്തെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സമയം നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഡെയിലി നിങ്ങളൊരു 10 hours ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെയിലി 12 hours യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് 4044 24 hours നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല അല്ലെ. 24 hours യൂസ് ചെയ്താലാണ് ഇത്രയും അവേഴ്സ് ഉള്ളത്. അതെന്തായാലും യൂസ് ചെയ്യാൻ കഴിയില്ല അല്ലെ. എന്നാൽ ഒരു 12 hours പെർ ഡേ യൂസ് ചെയ്യുകയാണെങ്കിൽ 4044 hours നിങ്ങൾക്ക് കിട്ടും. അതല്ല 8 hours യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ 2696 കിട്ടും. 5 hours എ ഡേ യൂസ് ചെയ്യുകയാണെങ്കിൽ 1685. സോ ഇതൊക്കെ ഡിഫറെന്റ് ഞാനിങ്ങനെ തരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്
നിങ്ങൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഞാൻ പറയുന്നത് മിനിമം ഒരു 8 അവേഴ്സ് എങ്കിലും. ഇപ്പൊ 2696 അവറിൽ ഒരു 650 അവർ നിങ്ങൾ വീഡിയോ ലെക്ചേഴ്സിന് മാറ്റി വെച്ചാലും ഒരു 2000 അവേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. ഓക്കെ, സോ ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്യാൻ ഐ ക്രാക്ക് എന്നുള്ളതാണ്. ഈ ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ വേണം നിങ്ങൾ തുടങ്ങാൻ. അതായത് എന്നെ കൊണ്ട് കഴിയില്ലല്ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ആവരുത് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഗേറ്റിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മളെ കൊണ്ട് കഴിയും, നമ്മൾ ഇത് ക്രാക്ക് ചെയ്യും എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യത്തിൽ, ആ ഒരു കോൺഫിഡൻസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്കിത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഗേറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾ ശ്രദ്ധിക്കേണ്ടത്. ടൈം, ഫോക്കസ്, കോൺഫിഡൻസ് ആൻഡ് ഡ്രീം. ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒന്നാമത്തെ ടൈം. അതായത് നമ്മളൊരു ദിവസം എത്ര സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ കഴിയുന്നുള്ളത് വലിയൊരു ഘടകമല്ലേ. ഈ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ എത്രത്തോളം സമയം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുമോ അത്രത്തോളം സമയം നിങ്ങൾ മാറ്റിവെക്കണം. ഞാൻ പറഞ്ഞു മിനിമം ഒരു 8 അവേഴ്സ് എങ്കിലും. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. മിനിമം ഒരു 8 അവേഴ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡേ നിങ്ങൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അടുത്ത രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഫോക്കസ്. അതായത് നമ്മൾ ഈ എക്സാമിന് വേണ്ടിയൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങി. അങ്ങനെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങുന്ന സമയത്താണ് നമുക്ക് ഡീവിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് തോന്നും എന്നാ പിന്നെ ഇനി വേറൊരു എക്സാമിന് PSCക്ക് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോബിന് പോകാം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഫോക്കസ് എന്ന് പറയുന്നത്, അതായത് ഈ എക്സാമിന് ഗേറ്റിന് വേണ്ടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഫോക്കസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഒരേ ട്രാക്കിൽ കൃത്യമായിട്ട് പോകണം. എവിടെയെങ്കിലും വെച്ച് ഡീവിയേഷൻസ് വന്നാൽ ഉടനെ നിങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഫോക്കസ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ കോൺഫിഡൻസ്, ഓൾറെഡി ഞാൻ പറഞ്ഞു, നല്ല കോൺഫിഡൻസോട് കൂടി വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. ആൻഡ് ദെൻ ദ ലാസ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡ്രീം എന്ന് പറയുന്നത്. അതായത് ഇതിലൂടെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ ദ വെരി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നതിൽ. ആ ഒരു ഡ്രീം, നിങ്ങൾ ഭാവിയിൽ ഒരു PSCയിൽ ജോബ് ചെയ്യുന്നത് നിങ്ങൾ സ്വപ്നം കാണുക. കാരണം നിങ്ങളെ കിട്ടാൻ പോകുന്ന സാലറി എന്ന് പറയുന്നത് ഒരു 20 lakhs ഒക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ വരാൻ പോകുന്ന സാലറി. സോ അത്രയും ബിഗർ ആയിട്ടുള്ള ഡ്രീംസ് ആണ്. അതായത് നിങ്ങൾ ആലോചിക്കുക, 20 lakhs ഒക്കെ നിങ്ങൾക്ക് സാലറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക, വെക്കേഷൻ ടൈംസിൽ വേണമെങ്കിൽ ഫോറിൻ ട്രിപ്സ് ഒക്കെ പോലെ അങ്ങനെ ഒരുപാട് ബിഗർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സോ ആ ഡ്രീം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോക്കസിലേക്ക് നിങ്ങൾ എത്തിക്കും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പൊ ഡ്രീമും ഫോക്കസും ഉണ്ടെങ്കിൽ അതിൽ ടൈം കൂടി ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, റൈറ്റ്. അടുത്തൊരു കാര്യം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാണ്. നിങ്ങൾ ഈ എക്സാമുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരിക്കലും, അതായത് പല ആളുകളും മിസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് റിവിഷൻ ആണ്. അതായത് ടോപ്പിക് ഒക്കെ പഠിച്ചിട്ട് പോകും, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, റിവൈസ് ചെയ്യുന്നുണ്ടാവില്ല. സോ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എക്സാമിന് കൃത്യമായിട്ട് റിവൈസ് ചെയ്യണം. അതേപോലെ മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം. പരമാവധി മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. എന്തിനാ മോക്ക് എക്സാമുകൾ കൂടുതലായി അറ്റൻഡ് ചെയ്യുന്നത്? മോക്ക് എക്സാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു എക്സാമിന്റെ ടൈം മാനേജ്മെന്റ്, അതായത് 3 മണിക്കൂറിൽ 65 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ, വളരെ ക്വാളിറ്റി ഉള്ള 65 ക്വസ്റ്റ്യൻസ്. സോ അത് അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മോക്ക് എക്സാമുകൾ പരമാവധി അറ്റൻഡ് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ്, നിങ്ങളുടെ തന്നെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ എന്താണെന്നറിയ ബെനിഫിറ്റ്, നിങ്ങൾക്ക് റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് മാറും. അതേപോലെ നല്ല സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വരാനിരിക്കുന്ന 2025 ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ആത്മവിശ്വാസത്തോടു കൂടി വളരെ കോൺഫിഡന്റ് ആയിട്ട് പോസിറ്റീവായിട്ട് ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.